നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാധുരി കൊലക്കേസിൽ ജയറാമിനെ പിന്നെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വെരി ഗുഡ്. നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ചേച്ചി? ഞാൻ ആഘോഷം തുടങ്ങി കഴിഞ്ഞു. നിനക്ക് ആഘോഷിക്കണമെങ്കിലേ നീ ഇങ്ങ് വാ. ഞാൻ വരാ ചേച്ചി. എല്ലാവർക്കും എല്ലാ കാലത്തും സങ്കടം മാത്രമായിരിക്കില്ല അനുഭവം, ഉറപ്പായിട്ടും സന്തോഷവും ഉണ്ടാവും. ഞാൻ പോയിട്ട് വരാം. ഇതൊരു കോടതി വിധിയാ, അതനുസരിച്ചേ പറ്റൂ. പക്ഷേ വല്യമാവൻ നിരപരാധിയാ. അതുകൊണ്ട് തന്നെ വല്യമാവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരും കരയണ്ട, സമാധാനായിട്ടിരിക്കുക. വല്യമാവനെ ഞാൻ രക്ഷിച്ചിരിക്കും, ഉറപ്പ്. ചോറൂണ് നടത്താൻ തീരുമാനിച്ചാലും അപ്പൊ ഈ കുടുംബത്തിലേക്ക് ഓരോ ആപത്തുകൾ വന്നു ചേരും. എന്താ അമ്മ ഇങ്ങനെ? ചോറൂണിന് മുമ്പ് ഇത് ഒരു ദുശകനമാണോ അമ്മേ? എനിക്കറിയില്ല മോളെ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നതെന്ന്. വിഷമിക്കണം, വിഷമിക്കാതെ തരവില്ല. ഒരു സുഖത്തിനൊരു ദുഃഖം, ഒരു നേട്ടത്തിനൊരു നഷ്ടം, അതാണ് പ്രപഞ്ചനീതി. അതുകൊണ്ട് രണ്ടും നമ്മൾ ഏറ്റുവാങ്ങിയേ പറ്റൂ. അവനൊക്കെ അംഗം കുറിക്കുന്നതേ ഈ ഇന്ദ്രജിയോടാ. വെട്ടി വീഴ്ത്തും എല്ലാത്തിനെയും ഞാൻ. ആ ഇന്ദ്രേശി, നീ എവിടെയാടാ? ഞാനിവിടെ എൻ്റെ ഒരു വീട്ടില്. നിന്റെ ഒരു വീട്ടിലോ? നിനക്കെന്താ 10-100 വീടുണ്ടോ? നീ കാര്യം വല്ലതും അറിഞ്ഞോടാ? ഇല്ല, എന്താ ഇന്ദ്രേശി? എടാ, ഒരു ഉഗ്രനൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, അത് അറിയണ്ടേ നിനക്ക്? ഗുഡ് ന്യൂസോ? എന്നാ അതിങ്ങോട്ട് പറയേച്ചി. എടാ, എന്റെ അപ്പിലേറ്റു ചെമ്പകമംഗലത്തേക്ക് ഒരു മിസൈൽ. മാധുരി കൊലക്കേസിൽ ജയറാമിനെ പിന്നെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വെരി ഗുഡ്. നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ചേച്ചി? ഞാൻ ആഘോഷം തുടങ്ങി കഴിഞ്ഞു. നിനക്ക് ആഘോഷിക്കണമെങ്കിലേ നീ ഇങ്ങ് വാ. ഞാൻ വരാ ചേച്ചി. ആ, ഓക്കെ. ചെമ്പകമംഗലം കണ്ണീരിൽ മുങ്ങുന്നു. ജയറാമൻ അറസ്റ്റിൽ. നേരോ? ഇനി കുടിക്കല്ലേ പ്ലീസ്. ഒരു സന്തോഷത്തിനടി. വേണ്ട. എന്നാ ശരി. അത് അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ട കേസാ. പെട്ടെന്ന് അങ്ങനെ ഒരു ജാമ്യം കിട്ടാൻ പാടാ. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ അനുകൂലമായൊരു വിധി നേടിയെടുക്കണം.
ഈ സിറ്റുവേഷനിൽ അതൊന്നും സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ജാമ്യത്തിന് ശ്രമിക്കേണ്ടെന്നാണോ സാറ് പറയുന്നത്? ശ്രമിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? ശ്രമിച്ചു നോക്ക്. ഞാനതിന്റെ സാഹചര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്റെ അങ്കിൾ ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല സർ. അദ്ദേഹം 100% ഇന്നസെന്റ് ആണ്. കോടതി തെളിവുകളല്ലേ ACP പ്രധാനം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം തെളിവുകളെല്ലാം മിസ്റ്റർ ജയറാമിനെതിരാണ്. എന്തായാലും നിങ്ങൾ നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. ഓക്കെ സർ. സർ, എക്സ്ക്യൂസ് മീ. യെസ്. എന്താണ് പബ്ലിക് പ്രോസിക്യൂട്ടറെ, തനിക്കിന്ന് കോടതിയൊന്നുമില്ലേ? രാവിലത്തത് കഴിഞ്ഞു. ഇരിക്കെ. ആ പോയ കക്ഷി ചെമ്പകമംഗലത്തെ അല്ലേ? അതെ, ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയുടെ കൊച്ചുമകൻ, എന്റെ സബോർഡിനേറ്റാ ACP. ചെമ്പകമംഗലത്തെ പ്രശസ്തമായ ആ ഉടവാളില്ലേ, അതിന്റെ റിസീവർ കൂടിയാ ഞാൻ. ഓ, അങ്ങനൊരു കഥയുണ്ടല്ലോ. ആ വാളിന് കോടികൾ വില വരുന്നുണ്ടെന്നാണല്ലോ വക്കീലെ ഞാൻ കേട്ടിരിക്കുന്നത്. പിന്നെന്താ സംശയം? അതിന്റെ മൂല്യം എന്താണെന്ന് കറക്റ്റായിട്ട് ഇതേവരെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോ വന്നത് ആ താരാ മർഡർ കേസിന്റെ ഡീറ്റെയിൽസ് അറിയാനാ. ഓ, അപ്പോ അതിന്റെ പിന്നിൽ മിസ്റ്റർ അനന്തഗോപനാണല്ലേ? കൊയ്ത്തുകാലമാണല്ലോടോ തനിക്ക്. നെൽപ്പാടം ഉണ്ടായിട്ട് വേണ്ടേ കൊയ്യാൻ? പിന്നെ എനിക്കുള്ള മന്ന ദൈവം ആകാശത്തുനിന്നും കൊണ്ടുതരും. അധികം മന്ന കൂട്ടിവെക്കല്ലേ, ദൈവം ഫീയുടെ രൂപത്തിലും വരും. ഓ, സാർ ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. പറയാം. അതായത്, എക്സ്ക്യൂസ് മീ സർ, ഒരു ഇമ്പോർട്ടന്റ് കോൾ. ഒരു മിനിറ്റ്. ഹലോ, ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം മിസ്റ്റർ അനന്തഗോപൻ. നിങ്ങളെ എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. നിങ്ങൾ എവിടെയാ? ഞാനിപ്പോ കമ്മീഷൻ ഓഫീസ് വരെ ഒന്ന് വന്നതാ. എന്റെ ഒരു ഫ്രണ്ടാ കമ്മീഷണർ. പക്ഷെ വന്നതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായി. എന്ത് പ്രയോജനം? അമ്മാവനും ഭാര്യാപിതാവുമായ ജയറാമിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി പരക്കം പായുന്ന ACP കാർത്തികിനെ ഞാനിവിടെ വെച്ച് കണ്ടു. അതിനി ACP അല്ല DGP വിചാരിച്ചാലും വല്ല രക്ഷയുണ്ടോ? കേസങ്ങ് പോയില്ലേ? മണിച്ചിത്ര താഴിട്ടല്ലേ നമ്മൾ അവനെ പൂട്ടിയത്. ഇനി അടുത്ത കാലത്തെങ്ങും അവൻ പുറത്തിറങ്ങില്ല. ഇനി അതല്ല, അതുക്കും മേലെ കയറി അവൻ വെട്ടുവക്കില്ലേ? എവിടുന്ന്? ഇവർ ഈ പോലീസുകാർ വിചാരിച്ചാലൊന്നും ഇനി അവനെ രക്ഷപ്പെടുത്താൻ ഒക്കില്ല മാഡം. കളിയെ ഇനി ഞങ്ങള് വക്കീലന്മാരെ കോർട്ടില്ല. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മാഡം ധൈര്യമായിട്ടിരിക്കും. എനിക്കൊരു ധൈര്യക്കുറവുമില്ല മിസ്റ്റർ അനന്തഗോപൻ. ജയറാം അകത്തായതോടെ ആദ്യത്തെ പ്രഹരമല്ലേ ആയുള്ളൂ. രണ്ടാമത്തേതിനുള്ള വെടിമരുന്ന് വക്കീലിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അതൊക്കെ എന്റെ ഉണ്ട് മാഡം. പണ്ട് സഖ്യസേന അയച്ചതിനേക്കാൾ വലിയ മിസൈലാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.